ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പെട്ടെന്ന് ബ്രെഡും പാലും കൊണ്ട് ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു 3-4 പീസ് ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കോൺഫ്ലവറും പാൽപ്പൊടിയുമാണ് കേട്ടോ. ഏത് പാൽപ്പൊടി ആയാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതേ അളവിൽ തന്നെ കോൺഫ്ലവർ പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് പാലിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് പാൽപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും 2 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. പിന്നെ ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തെടുക്കുക. ചൂട് വെള്ളമായാലോ അല്ലെങ്കിൽ ചൂട് പാലായാലോ കുറച്ചും കൂടെ നല്ലതായിരിക്കും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത പാലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ 2 ഗ്ലാസ് പാലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പൊടിൻ്റെ മിക്സും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ അത് ചേർത്താലാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. റോബ്സിയോ അതുപോലെ തന്നെ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അതില്ല കേട്ടോ. എന്തായാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എങ്കിൽ പുഡിങ്ങിന് നല്ലൊരു ക്രീമി ടെക്സ്ചറും ടേസ്റ്റും എല്ലാം കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. കാരണം പാൽപ്പൊടിയും കോൺഫ്ലവർ ഇട്ടത് കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തിട്ടും ഇട്ടുകൊടുക്കാം, ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടും ഇട്ടുകൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മിക്സ്ചറിലോട്ട് ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാൻ സമയമില്ലെങ്കിൽ ബ്രെഡൊന്ന് ക്രഷ് ചെയ്ത് ഇട്ടോട്ടാ. ഇങ്ങനെയാകുമ്പോൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കേണ്ടി വരുമെങ്കിൽ മാത്രമേ ബ്രെഡിൽ ആ ഗ്രേവിയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ബ്രെഡെല്ലാം നമ്മുടെ മിക്സിലോട്ട് അലിയിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രെഡിൻ്റെ സൈഡ് കളയണമെന്ന് പറഞ്ഞത് ചെറുതായി ബ്രെഡ് കടിക്കാൻ കിട്ടും. അപ്പം ആ ബ്ലാക്ക് പോർഷൻ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി ക്രീമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂടാറുന്നതിന് മുമ്പേ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ആവശ്യമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.